ബസന്ത്, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയാണ്. 96.8 കോടി വോട്ടർമാർ അവരുടെ വോട്ടിംഗ് അവകാശം വിനിയോഗിക്കുന്നു. 543 ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അതുപോലെ 4 സംസ്ഥാനങ്ങളിലേക്കും തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. നമുക്ക് ചുരുക്കി പ്രേക്ഷകരോട് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഒരു സമഗ്ര വിവരം എങ്ങനെ നൽകാൻ കഴിയും? അഭിലാഷ്, 96.8 കോടി വോട്ടർമാരാണ് ഇത്തവണ വോട്ട് ചെയ്യുക എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ വ്യക്തമാക്കിയത്. 49.7 കോടി പുരുഷ വോട്ടർമാരും 47.1 കോടി സ്ത്രീ വോട്ടർമാരുമാണ് ഉള്ളത്. 20-നും 29-നും ഇടയ്ക്ക് 19.74 കോടി വോട്ടർമാരുണ്ട് എന്നാണ്, ചെറുപ്പക്കാരായ വോട്ടർമാരുണ്ട് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. 1.8 കോടിയാണ് ആദ്യ വോട്ടർമാർ. ഒരുപക്ഷെ ഏറ്റവും കൂടിയ ഒരു തലയെണ്ണമായിരിക്കും ഇത്. 1.8 കോടി എന്ന് പറയുന്നത് 7 ഘട്ടങ്ങളിലായി, കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ 7 ഘട്ടങ്ങളിലായി നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അതോടൊപ്പം തന്നെ 4 നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ജമ്മു കാശ്മീരിനെ കുറിച്ചൊരു പരാമർശം തുടക്കത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയെങ്കിലും പക്ഷേ തെരഞ്ഞെടുപ്പ് ഷെഡ്യൂള് ജമ്മു കാശ്മീരിൻ്റെ കാര്യത്തിൽ വന്നിട്ടില്ല. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത്. ഏറ്റവും ആന്ധ്രാപ്രദേശ്, ഒഡീഷ, സിക്കിം, അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. അതിൽ ആന്ധ്രാപ്രദേശിൽ 175 സീറ്റുകളാണ് നിയമസഭയിലേക്കുള്ളത്. മെയ് 13-ന് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അരുണാചലിൽ 60 സീറ്റുകൾ, ഏപ്രിൽ 19-ന് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. സിക്കിമിൽ 32 സീറ്റുകളാണുള്ളത്, ഏപ്രിൽ 19-ന് അവിടെ വോട്ടെടുപ്പ് നടക്കുന്നു. ഒഡീഷയിൽ 147 മണ്ഡലങ്ങളാണുള്ളത്. അവിടെ മെയ് 13-നും മെയ് 20-നുമായി 2 ഘട്ടങ്ങളിലായിട്ടാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടത്തുന്നതെന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ രാജ്യത്താകമാനം 26 സംസ്ഥാനങ്ങളിലായി ഏകദേശം 26 സംസ്ഥാന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബീഹാർ, ഗുജറാത്ത്, ഹിമാചൽ, ജാർഖണ്ഡ്, മഹാരാഷ്ട്ര, ത്രിപുര, പശ്ചിമ ബംഗാൾ, കർണാടക, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയുന്നത്. മറ്റൊന്ന്, 7 ഘട്ടങ്ങളിലായി നടത്തുമ്പോൾ 7 ഘട്ടങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഏകദേശം 3 സംസ്ഥാനങ്ങളാണുള്ളത്. അതായത് ഉത്തർപ്രദേശും ബീഹാറും പശ്ചിമ ബംഗാളും. ഇവിടെ 7 ഘട്ടങ്ങളിലായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഉത്തർപ്രദേശിൽ 80 മണ്ഡലങ്ങളാണുള്ളത്. ബീഹാറിൽ 40 ലോക്സഭാ സീറ്റുകളുണ്ട്. പശ്ചിമ ബംഗാളിൽ 42 ലോക്സഭാ സീറ്റുകളുണ്ട്. അപ്പോൾ വലിയ ലോക്സഭാ സീറ്റുകളുള്ള സ്ഥലങ്ങളിൽ ഘട്ടം ഘട്ടമായി തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അതോടൊപ്പം തന്നെ ക്രമസമാധാന പ്രശ്നവും മറ്റുമൊക്കെ കണക്കിലെടുത്താണ് ഉത്തർപ്രദേശിലും ബീഹാറിലും പശ്ചിമ ബംഗാളിലും വലിയ തോതിലുള്ള അക്രമങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് കണ്ടുകൊണ്ടാണ് 7 ഘട്ടങ്ങളിലായിട്ട് തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 5 ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടക്കുന്നത് മഹാരാഷ്ട്രയിലും ജമ്മു കാശ്മീരിലുമാണ്. ജമ്മു കാശ്മീരിലെ മണ്ഡലങ്ങളിലായിട്ടുള്ള തെരഞ്ഞെടുപ്പ് 4 ഘട്ടങ്ങളിലായി ഒഡീഷയും മധ്യപ്രദേശും ജാർഖണ്ഡും നടക്കുന്നു. 3 ഘട്ടങ്ങളിലായി ഛത്തീസ്ഗഡിലും ആസാമിലും. 2 ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ് നടക്കുന്നത് കർണാടകയിലും രാജസ്ഥാനിലും ത്രിപുരയിലും മണിപ്പൂരിലുമാണ്. ഒറ്റഘട്ടമായി 22 സംസ്ഥാനങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അത് കേരളമടക്കമുള്ള 22 സംസ്ഥാനങ്ങളിൽ ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അതിൽ ആന്ധ്രാപ്രദേശിൽ ഒറ്റഘട്ടമായിട്ടാണ് നടക്കുന്നത്. ഉത്തരാഖണ്ഡ്, തെലങ്കാന, തമിഴ്നാട്, അതിൽ 2 വലിയ സംസ്ഥാനങ്ങളെന്ന് പറയാൻ കഴിയുന്നത് തമിഴ്നാടും ആന്ധ്രയും മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ 20 ആ നിലയ്ക്ക് ഗുജറാത്തുണ്ട്. ഗുജറാത്തിൽ 20-25 സീറ്റുകളുടെ കണക്ക് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. അപ്പോൾ വലിയ സീറ്റുകളുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് ആ രീതിയിൽ നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഏകദേശം 22 സംസ്ഥാനങ്ങളിലേക്ക് പോളിംഗ് നടക്കുന്നു. ഏപ്രിൽ 19 മുതൽ ജൂൺ 1 വരെ നീണ്ടുകിടക്കുന്ന ഒരു വലിയ പ്രക്രിയയാണ് ഇപ്പോൾ നടത്തുന്നത്. അതിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാൻ കഴിയുന്നത്, കേരളത്തിൽ ഏപ്രിൽ 26-ന് പോളിംഗ് നടക്കുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിൽ നേരത്തെ പ്രഖ്യാപിച്ച പോലെ തന്നെ മാർച്ച് മാസത്തോടുകൂടി ഇതിൻ്റെ വിജ്ഞാപനം ഇറങ്ങുന്നു. ബാക്കി പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഏപ്രിൽ 4 വരെ പത്രിക സമർപ്പിക്കാം. ഏപ്രിൽ 5-ന് പരിശോധന നടക്കുന്നു. ഏപ്രിൽ 8-ന് അവസാന ദിനമാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിനം. ഏപ്രിൽ 26-ന് പോളിംഗ് എന്നുള്ളതാണ്. മാർച്ച് 28-ന് കേരളത്തിൽ വിജ്ഞാപനം ഇറങ്ങും. അതായത് 1.5 ആഴ്ചയ്ക്കപ്പുറം വിജ്ഞാപനം ഇറങ്ങുമെന്നാണ് ഇപ്പോൾ. ഇനിയിപ്പോൾ കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ 41 നാൾ രാഷ്ട്രീയ മണ്ഡലകാലമാണ് എന്ന് പറയാം. നമുക്കത് കാത്തിരിക്കുകയും വേണം.